ചെയ്യുക. ഞാൻ കണ്ട ആളുകൾ അവരുടെ ഞങ്ങളുടെ വീട്ടിലെന്ന് പറയില്ല. ഇതങ്ങനെ പറഞ്ഞതാണ്. നമ്മള് ഇവിടെ വന്നിരുന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ബാക്കി കാര്യം ഞങ്ങളെ നിങ്ങളെ ഇതാക്കുക എത്രയോ പിന്നെ എത്ര വീട്ടാവുന്നില്ല. ഏന്നാ ആളുകളെ അറിയിക്കണം. ഒരു പൊതുയോഗം ആളുകൾ അറിയട്ടെ. ആളുകൾ അറിയട്ടെന്നാ ഇങ്ങനെ കുറെ ഞങ്ങളുടെ പേര് കുറെ കഥകൾ ഉണ്ടാക്കുക. ഞാൻ എനിക്ക് പരാതി കുറെ കഥകൾ അവർക്കെല്ലാം കൊടുക്കണം. ഞാനല്ലെങ്കിൽ ഞാൻ എടുത്ത് കോപ്പി എടുത്ത് തരാം, വിതരണം ചെയ്യാം. ഇത് ഞങ്ങൾക്ക് ജീവിക്കാമല്ലോ. ഇതാണ് ഞങ്ങളുടെ പരിസരത്തെ ഇടപെടാറുണ്ട്. ഇതാരാണ് ഞങ്ങളുടെ പരിസരത്തെ ഇടപെടാറുണ്ട്? ഞങ്ങൾ ഇവിടെ പരിസരത്തെ ഇടപെടുന്നില്ല. എന്തോ കോപ്പി എന്താണ് നിന്റെ വേണം? ഞങ്ങൾ അവൻ ചോദിക്കുന്നത് നിന്റെ ഒക്കാൻ തീരുമാനിച്ചിട്ടോ എന്തോ ചോദിക്കുന്ന കാര്യം ഇവനാരെന്നെ ഞങ്ങളോട് ചോദിക്കും. ഞങ്ങളെ കാര്യങ്ങൾ ചോദിക്കുന്നതിനോ അല്ലെങ്കിൽ ശോഭരാജിനോ ആരാ? ഏതാ ഇവിടെ അണ്ണൻ നാളെ എന്തെങ്കിലും അങ്ങനെ കാര്യം എന്തെങ്കിലും പറയാൻ പറ്റുന്നത് അവൻ അങ്ങനെ യുവമായി ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ? ഉണ്ടോ? ജീവിച്ചു പോയി പറഞ്ഞാൽ ഞങ്ങളെ രീതിയെ പറ്റില്ല. ജീവിച്ചു പോയതാ ഞങ്ങൾ രീതിയെ പറ്റില്ല. അവര് പക്വത്തിനാണോ എന്നെ ഭരിക്കേണ്ടത്? അവരെന്നെ കുറെ നാളുകൾ ചീത്ത വിളിക്കുന്നു. ഇത് ഒന്നും രണ്ടൊന്നും ഇത് മൂന്നോ നാലാമത്തെ പ്രാവശ്യമാണ് കയറി പോയി ആദ്യം പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ മുന്നിട്ട് രണ്ടാമത് പ്രാവശ്യം പറഞ്ഞു. പിന്നെ ഉള്ളത് വന്നിരുന്നേ തന്നെ എന്തോ ആദ്യം ഇതുവരെ പറഞ്ഞു എന്തൊക്കെയോ ഇതാക്കുമായിരുന്നു. ഇന്നും ഇതെല്ലാം പറയും. ഇവനാരെ എന്നെ കുറിച്ചൊക്കെ പറയാറ് എന്നോട് ഇവ കുട്ടിക്കേണ്ട കാര്യം ഞാൻ സുധിലമാമയോട് സംസാരിക്കുന്നത്. ഇവരെന്തോ ഞാൻ ഇവരോട് സംസാരിക്കേണ്ടത് ഇവരോടൊന്നും സംസാരിക്കേണ്ടതില്ല. ഇവൻ ഞങ്ങൾക്ക് ഇവൻ ഞങ്ങളുടെ വീട്ടിൽ കയറുന്നത് കഥയെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരൊന്ന് ഉറക്കം തന്നെ പറഞ്ഞത്. ഇവൻ കയറുന്ന കഥ ഉണ്ടാക്കി തന്നെ പറഞ്ഞത്. ഇവനാണ് ഞങ്ങളുടെ വീട്ടിൽ കയറുന്നത്. ഏതാ ഇവനാണ് ഞങ്ങളുടെ വീട്ടിൽ കയറുന്നത് കഥ ഉണ്ടാക്കാൻ. ഇവൻ ഈ ക്രിമിനലുകളുമായിട്ടൊക്കെ നല്ല കൈവെന്ന് പറഞ്ഞുകൊണ്ട് പലരും കഴിച്ചിട്ടാണ് പറഞ്ഞാണ് ചാടുവോ? നാളെ എന്തോ സംഭവിക്കുന്നത് അറിയാൻ പറ്റില്ല. ചിലപ്പോ പിടി വീണാൽ എന്ത് ചെയ്യും? നിങ്ങളെ അവന്മാരെ എങ്ങനെയും രക്ഷപ്പെടുത്ത് നിങ്ങൾ പോയി നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലയോ? നമുക്ക് ഈ ദൈവം ബുദ്ധി വന്നിരിക്കുന്നതേ ഈ കുഞ്ഞലുകൾ പറയുന്നൊന്നും അനുസരിക്കാനില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കി ഇവന്മാരെ ഒറ്റപ്പെടുത്താൻ കേട്ടോ. ഇവന്മാരെ നിർത്തും സപ്പോർട്ട് കൊടുക്കാതിരുന്നാല് ഞങ്ങളൊന്നും ഇതിനകത്ത് ഇടപെടുന്ന കാര്യങ്ങൾ നിങ്ങൾ കേടാണെന്ന് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ഇവന്മാരെ ഇന്നും ചെയ്യത്തില്ല. വേദിക്കും ചെയ്യാൻ ആണോ അയ്യോ അണ്ണം പറ. ആണോ അയ്യോ അണ്ണം പറ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ട്. ഞങ്ങളിതിനകത്തൊന്നും ഇല്ലാത്ത വലിച്ചെടുക്കുന്ന കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതമുണ്ട്. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഇല്ലാത്ത ഞങ്ങൾക്കൊന്നും നേടാനില്ല എന്ന് നീ 10 പേര് പറഞ്ഞാൽ ഒരുപാട് നിർത്തുകയോ? ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ അങ്ങനെ പറയുന്നത് ഇത് സത്യത്തിലെന്ന് പറയുന്നത്. ഇവരിത് നടക്കത്തില്ല. ഇവർ ഞങ്ങളെ ഞങ്ങൾ ഇതിനൊന്നും സപ്പോർട്ടല്ലെന്ന് നിങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല. ഞാൻ പറഞ്ഞുതരാൻ വേണ്ടത് ഇതിനൊന്നും ഞങ്ങൾ സപ്പോർട്ടല്ല. അവര് പോലീസിൽ കൊണ്ട് കേസ് കൊടുത്താൽ ഞങ്ങൾ അവർക്ക് സൈഡ് പറയും. അവരുടെ വീട്ടിലായി വരുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും വായിക്കോ കണ്ടോ? എന്താ അതാ തലയ്ക്ക് സുഖമില്ലാത്ത അവർക്കാ. അങ്ങനെ മനസ്സിലായില്ലയോ? തലയ്ക്ക് സുഖമില്ലാത്ത അവർക്ക്
ശീലമാമൻ അണ്ണന്റെ ബന്ധുവല്ലയോ, നിങ്ങൾ ശീലമാമൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് അറിയാം. മാമനോട് സംസാരിക്കണം, അവരെ തന്നെ ബുദ്ധിമുട്ടിക്കണം, പരിഹാരം ഉണ്ടാക്കി ചെയ്യണം. ഞങ്ങൾ എത്രയോ നാളോട്ട് പറയുക, ഞങ്ങൾ മാമനോട് എത്രയോ നാളോട്ട് വന്ന് പറയുന്നു. നമ്മുടെ ക്യാമറ ഇന്ന് ഓഫ് ചെയ്ത് ഇങ്ങനെയൊക്കെ പരിഹാരം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഞങ്ങളെ തെളിവുണ്ട്. ക്യാമറ ഓഫ് ചെയ്തിട്ട് അവർ വന്നതിന് എന്താണ് ഇത് ഞങ്ങളെ വീഡിയോല്ലേ കേട്ടിരിക്കുന്നത്. ഞാനെന്റെ പ്രായമായ അമ്മയ്ക്ക് ചോറും കറിയും വെച്ച് ഞാൻ ഇരിക്കുന്നു, എന്റെ അമ്മയെ നോക്കി എന്തോ അഹങ്കാരം കൊണ്ടുണ്ടാക്കരുത്. ഞങ്ങളുടെ സ്വത്തും എന്റെ സ്വത്തൊന്നും വിൽക്കാനേ ഞങ്ങൾ അറിയാമല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്വത്ത് വിൽക്കണമെങ്കിൽ പണ്ടാരികളെ തമ്മിൽ സ്ഥലം കിടപ്പുണ്ട്, അത് ഞാൻ ഇതൊന്നും വിൽക്കാനും കുറയ്ക്കാനും പറഞ്ഞാൽ ഇതൊന്നും വിൽക്കത്തുമില്ല. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇതൊന്നും ആരും തൊട്ട് കളിക്കാനൊന്നുമില്ല. ഇതൊക്കെ എണ്ണം പറയണം. എന്താ തീരുമാനന് മാമൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാക്കുന്നില്ല. മാമൻ മാന്യതയുള്ള ഒരു മനുഷ്യനാണ്. മാമനും അറിയാൻ കാര്യങ്ങളൊക്കെ ഇല്ലയോ? ഹലോ, അത് മാമനോട് സംസാരിക്കണം. ഞാൻ വിളിക്കുന്നുണ്ട് മാമനെ. മാമനോട് സംസാരിക്കുമ്പോൾ മക്കളിനാരാ മാമനെ നിലയ്ക്ക് നിർത്താന്? ഇതിനാരാ മാമനെ കയറി ഭരിക്കാൻ ചെല്ലാന്? മാമൻ ഇങ്ങനെ ഭക്തനായിട്ടിരിക്കും, ഇതിനും പ്രവർത്തിക്കുകയാണോ? അപ്പൊ മാമന് വല്ലതും ചെയ്യുമോ? ഇങ്ങനെ മനുഷ്യനെ കുത്താനും വെട്ടാനും ഒക്കെ ചെല്ലുന്നവരെ മന്ദിരത്തിലെ സ്വാമിയാക്കി വെച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഒരു വേണ്ടായോ? വേണോ വേണ്ട? നിങ്ങൾ ആ ക്യാമറയൊക്കെ നോക്കി ഇവമാർക്കൊക്കെ വട്ടം തലയ്ക്ക് ചിലവില്ലാത്തത്. നിങ്ങൾക്ക് വേണ്ടി കൂടി വട്ടം വേണമെങ്കിൽ നടക്കുകയല്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവന്മാരെ എന്റെ സ്വത്ത് മോതിരമൊക്കെ അടിച്ചു മാറ്റാൻ കുറെ നോക്കി, അത് അതിന്റെ ഭാഗമായിട്ടാണ് ഇരുന്ന് പല രീതിയിൽ പിടിച്ചുകൊണ്ട് പോയത്, പലപ്പോഴും പോയത്. യഥാർത്ഥ മക്കളുടെ വെച്ച് ഈ വണ്ടം പറഞ്ഞാൽ പോലീസ് കൊണ്ട് പിടിച്ചോണ്ട് പോകും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. യഥാർത്ഥ മക്കളുടെ ഒരു വ്യക്തിയെ ഉണ്ടല്ലോ, കാണാനുള്ള മുന്നിലൊന്നും പറയാൻ പറ്റില്ല, അന്നേരം പോലീസ് കൊണ്ട് പോകും. അതറിയാവുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സംരക്ഷണം എന്തുവാണ് അങ്ങനെ അറിയാവോ? ഹലോ, അറിയാവോ? യഥാർത്ഥ മക്കളുടെ ഒരാൾക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നും ചെയ്യാനുള്ള ഒരു അറിവില്ല. അവർക്ക് പ്രത്യേക നിയമങ്ങളുണ്ട്. അവരുടെ സ്വത്തും വകയും അവരൊന്നും എടുത്തുകൊണ്ട് പോകാനൊന്നും ആരും വിചാരിക്കണ്ട. അങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ട്. നമുക്ക് അതൊന്നും ഇല്ലാത്ത നിയമന്മാര് നമ്മളെ കൊണ്ട് ഇതാക്കുക, നമ്മളെ കൊണ്ട് കരുതിലാക്കുക. ഇവന്മാരെന്തോ നമ്മളെ തെറ്റി ചെയ്തത്? ശീലമാമനോട് പറയണം.